ആരോഗ്യമുള്ളിടത്തോളം കാലം ജോലി ചെയ്ത ശേഷം വിശ്രമിക്കേണ്ട പ്രായത്തിൽ വിശ്വാസ പരിശീലനത്തിന് വേണ്ടി വിശ്രമകാലം മാറ്റിവെച്ചിരിക്കുന്ന 88-കാരനായ ആൻഡ്രൂവിൻ്റെ ജീവിതം ശ്രദ്ധേയമാകുന്നു. വൃദ്ധരും ഭവനങ്ങളിൽ ഒറ്റപ്പെട്ടു പോയവരും വൃദ്ധസദനങ്ങളിൽ കഴിയുന്നവരുമായ ആളുകൾക്കിടയിലാണ് സിംഗപ്പൂറുകാരനായ ആൻഡ്രൂ വിശ്വാസ പരിശീലനം നടത്തുന്നത്. 7ഓളം ഭാഷകൾ സംസാരിക്കുന്ന ആൻഡ്രൂ ഈ പ്രായത്തിലും തൻ്റെ സ്കൂട്ടറിൽ ചുറ്റി സഞ്ചരിച്ച് കഴിഞ്ഞ 34 വർഷമായി ആളുകളെ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നു. ഇൻഷുറൻസ് മേഖലയിൽ ജോലി ചെയ്തിരുന്ന ആൻഡ്രൂ 1991 ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം മുഴുവൻ സമയവും സുവിശേഷത്തിന് വേണ്ടി മാറ്റിവെക്കുകയായിരുന്നു. മക്കളും കൊച്ചുമക്കളുമൊക്കെ വിശ്വാസ ജീവിതത്തിലാണെങ്കിലും പ്രായമായ മാതാപിതാക്കളെ വിശ്വാസാനുഭവത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ലാത്തവരുടെ അനുഭവങ്ങൾ കേൾക്കാനിടയായതാണ് ഇത്തരമൊരു വേറിട്ട പരിശീലന പരിപാടിയുമായി ഇറങ്ങാൻ അദ്ദേഹത്തിന് പ്രേരണയായത്. സിംഗപ്പൂരിലെ മിക്ക പ്രോഗ്രാമുകളും ഇംഗ്ലീഷിലും മന്ദാരിൻ ഭാഷയിലുമാണ് നടത്തുന്നതെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു. ഇത് പ്രധാനമായും മുതിർന്നവരെയും യുവാക്കളെയും ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. എന്നാൽ തദ്ദേശീയമായ ഭാഷകളും ഭാഷാഭേദങ്ങളും മാത്രം സംസാരിക്കുന്ന പ്രായമായവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ഈ തിരിച്ചറിവിൽ നിന്നാണ് ചൈനീസ് ഭാഷകൾ ഉൾപ്പെടെ 7ഓളം ഭാഷകൾ വശമുള്ള ആൻഡ്രൂ വീടുകളിലും മറ്റും കടന്നു ചെന്ന് പ്രായമായവർക്ക് വിശ്വാസ പരിശീലനം നൽകി തുടങ്ങിയത്. ഇതിനായി പ്രായമായവർ ഉപയോഗിക്കുന്ന ചില ഭാഷാഭേദങ്ങൾ അദ്ദേഹം പഠിക്കുകയും ചെയ്തു. കുട്ടികൾക്ക് ഉപയോഗിക്കുന്നത് പോലെയുള്ള കാർട്ടൂൺ ചിത്രങ്ങളും കളർ ബുക്കുകളും സ്വന്തമായി അച്ചടിച്ച മെറ്റീരിയലുകളും അദ്ദേഹം പരിശീലനത്തിനായി ഉപയോഗിക്കുന്നു. വൃദ്ധരെ കേന്ദ്രീകരിച്ചുള്ള ശുശ്രൂഷകളോടൊപ്പം ആശുപത്രികളിലെത്തി രോഗികൾക്കായി പ്രാർത്ഥിക്കുക, വീട്ടിൽ മടങ്ങിയെത്തിയ ശേഷം അവരെ സന്ദർശിക്കുക, ഇടവകകളിൽ മതബോധന ക്ലാസുകൾ നടത്തുക തുടങ്ങിയവയും ആൻഡ്രൂ ചെയ്യുന്നുണ്ട്. ഇതിനോടകം 5 ഇടവകകളിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. നിലവിൽ ഹോളി ഫാമിലി ഇടവകയിലും നൊവേന ചർച്ച് എന്നറിയപ്പെടുന്ന സെൻറ്റ് അൽഫോൻസസ് ദേവാലയത്തിലും ആഴ്ചതോറുമുള്ള ക്ലാസുകളിൽ അദ്ദേഹം പങ്കെടുക്കുന്നു. ഇടവക പ്രവർത്തനത്തിന് പുറമെ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ട വൃദ്ധരായവരുടെ മതബോധനത്തിനായും അദ്ദേഹം സമയം കണ്ടെത്തുന്നു. ഇതിനോടകം 2000-ലധികം ആളുകളെ മാമോദീസ സ്വീകരിച്ച് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നതിന് ആൻഡ്രൂവിന് കഴിഞ്ഞിട്ടുണ്ട്. ജോലിയിൽ നിന്ന് വിരമിച്ചവർക്ക് സഭയ്ക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യമാണ് ഇതെന്ന് ആൻഡ്രൂ പറയുന്നു. സഭാതലത്തിൽ അല്പം കൂടി ശ്രദ്ധ ചെലുത്തിയാൽ കൂടുതൽ ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നും അദ്ദേഹത്തിന് അഭിപ്രായമുണ്ട്. വിശ്വാസ പരിശീലനം ഏത് പ്രായത്തിലും ചെയ്യാൻ കഴിയുമെന്നും ജനത്തിൻ്റെ ആവശ്യമനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാകുമ്പോൾ അത് കൂടുതൽ ഫലമണിയുമെന്നും ആൻഡ്രൂവിൻ്റെ ജീവിതം പഠിപ്പിക്കുന്നു.